ഇന്നത്തെ വീഡിയോ വെജിറ്റബിൾ കുറുമയുടേതാണ്. അത് ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അത് തയ്യാറാക്കാനായിട്ട് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ നന്നായി ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായി വഴണ്ട് വന്നിട്ടുള്ള സവാളയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരേക്കും നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വഴറ്റുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയണത് തന്നെയാണ്. സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ടാക്കുന്ന ഈ ഒരു കുറുമക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ മുൻപ് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഗ്രീൻ പീസ് ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസിൻ്റെ കൂടെ ആ ഗ്രീൻ പീസ് ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടണം. അതിനുശേഷം നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, ബീൻസ് ഉണ്ട്. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെജിറ്റബിൾസിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം നിൽക്കേണ്ടത്. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കുറവായത് കാരണം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിയിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകും കുരുമുളക് പൊടിയാണ് ഈ ഒരു കറിക്ക് എരിവിന് ആവശ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് നേരത്തെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കുരുമുളക് പൊടി. ഇനി നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരം അരച്ചെടുക്കണം. ഒരു 3 നാളികേരമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ ഞാനിവിടെ മുൻപ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് വെറും നാളികേരം മാത്രമാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. ഇനി അരയ്ക്കാനുള്ളതിലാണ് നമ്മൾ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇതാ നാളികേരത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അണ്ടിക്കണ്ണാണ്. ഈ അണ്ടിക്കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുമോയെന്ന് അറിയൂല. ഇത് നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ ഉള്ളിലുള്ള ഒരു കൂർത്ത ഒരു ഭാഗമുണ്ട്, അതാണ്. പിന്നെ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കും. ഈ അണ്ടിക്കണ്ണിന് പകരം നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാട്ടാ. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വെച്ചിട്ട് അരച്ചു എന്ന് മാത്രം. രണ്ടാണെങ്കിലും ഒരേ ടേസ്റ്റ് തന്നെയാണ്. രണ്ടും അണ്ടിപ്പരിപ്പിൻ്റെ ഭാഗം തന്നെയാണല്ലോ. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ നന്നായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2 വിസിൽ വന്നു. എയറൊക്കെ നന്നായി പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളിതാ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരയ്ക്കുന്നതിൽ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മളിതിലേക്ക് മുന്നേ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഉള്ളി വാട്ടുന്ന സമയത്ത്. ആ വാട്ടുന്ന സമയത്ത് ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അരപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിനയില എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ ഒരു കറി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഒരുപാട് തിളയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ അതാ നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി അതിന് ശേഷം പച്ച വെളിച്ചെണ്ണ മേലെ കൂടെ തൂവി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറി വറവൊഴിക്കാറില്ല. ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മൂടി വയ്ക്കുകയാണ്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ടൊന്ന് അഭിപ്രായം അറിയിക്കണേ.